നമസ്കാരം. വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. മംഗൾയാനും മദ്യനയവും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഈ ആഴ്ച മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. 10 മാസവും 19 ദിവസവും പിന്നിട്ട് ഇന്ത്യയുടെ ഉപഗ്രഹം ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തി. മംഗൾയാൻ്റെ മഹാവിജയം പത്രങ്ങളൊക്കെ ഈ ആഴ്ച മുഴുവൻ ആഘോഷിച്ചു. ചൊവ്വാഘോഷം എന്നാണ് മലയാള മനോരമയിൽ കണ്ട തലക്കെട്ട്. മഹാവിജയം എന്ന് മാതൃഭൂമി, മംഗളം എന്ന് ജനയുഗം, മംഗളവിജയം എന്ന് ദീപിക, സർവം മംഗളം എന്ന് മംഗളം, മംഗളമഹാഭാരതം എന്ന് കേരളകൗമുദി, മംഗളപഥത്തിൽ എന്ന് ജന്മഭൂമി, ചൊവ്വയിൽ ത്രിവർണം എന്ന് വർത്തമാനം, കന്നിദൗത്യം പുതുചരിതം എന്ന് സിറാജ്, നമ്മുടെ ചൊവ്വ എന്ന് മാധ്യമം, ഇതാ ഇന്ത്യയുടെ ചൊവ്വ എന്ന് ദേശാഭിമാനി. കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്താണ് പേടകം നിർമ്മിച്ചതും വിക്ഷേപിച്ചതും. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിച്ചു. മംഗൾയാൻ്റെ മഹാവിജയം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാംഗ്ലൂരെ ISRO ആസ്ഥാനത്ത് നേരിട്ടെത്തി. അസാധ്യമായത് സാധ്യമാക്കിയ ശാസ്ത്രജ്ഞന്മാരെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചു. ഒരു തട്ടുപൊളിപ്പൻ പ്രസംഗവും പാസാക്കി. ചുരുക്കി പറഞ്ഞാൽ UPA സർക്കാരിൻ്റെ ഭരണനേട്ടം മോഡി സാർ അടിച്ചുമാറ്റി. മംഗൾയാൻ ദൗത്യത്തിൻ്റെ അണിയറ ശില്പികൾ മിക്ക പേരും മലയാളികളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആഘോഷം അതിഗംഭീരമായിരുന്നു. ISRO ചെയർമാൻ രാധാകൃഷ്ണൻ്റെ ജന്മനാടായ ഇരിങ്ങാലക്കുടയിൽ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും ആഹ്ലാദം പങ്കുവച്ചു. സിനിമാ നടനും ചാലക്കുടി MP-യുമായ ഇന്നസെൻ്റ് ഇരിങ്ങാലക്കുട ഹൈസ്കൂളിൽ രാധാകൃഷ്ണൻ്റെ സഹപാഠിയായിരുന്നു എന്ന പരമസത്യവും അതോടൊപ്പം പുറത്തു വന്നു. മംഗൾയാൻ്റെ ശില്പികൾക്ക് തിരുവനന്തപുരത്ത് സ്വീകരണം നൽകും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും അഭിനന്ദിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും പിശുക്ക് കാട്ടിയില്ല. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും CPI സെക്രട്ടറി പന്നിയൻ രവീന്ദ്രനും ISRO ശാസ്ത്രജ്ഞന്മാർക്ക് വിപ്ലവ അഭിവാദ്യം നേർന്നു. സീറോ മലബാർ സഭയും മടിച്ചു നിന്നില്ല. കലൂർ റിന്യൂവൽ സെൻറ്ററിൽ അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കേക്ക് മുറിച്ചു. സഹവൈദികരും മേൽപ്പട്ടക്കാരും കൈയടിച്ചു. ISRO ചെയർമാൻ രാധാകൃഷ്ണൻ നല്ല ഒന്നാന്തരം നായരാണ്, പേര് കേട്ട തറവാടിയുമാനും. എന്നിരിക്കലും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ നായർ സമുദായ ഉടമസ്ഥൻ കൂട്ടാക്കിയില്ല. കാട്ടുകോഴിക്കെന്ത് സംക്രാന്തി, 10ാം ക്ലാസ്സിൽ തോറ്റ് പഠിപ്പ് നിർത്തിയ സുകുമാരന് എന്ത് ISRO, എന്ത് മംഗൾയാൻ. ദോഷം പറയരുതല്ലോ, ഇന്നാട്ടിലെ സകല പത്രങ്ങളും മംഗൾയാൻ്റെ മംഗളയാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എഡിറ്റോറിയൽ അടിച്ചുവിട്ടു. മലയാള മനോരമയും മാതൃഭൂമിയും കേരളകൗമുദിയും ദീപികയും മംഗളവും മാധ്യമവും ദേശാഭിമാനിയും ജന്മഭൂമിയും തേജസ്സും സിറാജും വർത്തമാനവും ഒരേ സ്വരത്തിൽ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു. ചൈനയും ജപ്പാനും തോറ്റ അമ്പിയ സ്ഥാനത്ത് ആദ്യ ശ്രമത്തിൽ അതും വെറും 450 കോടി മാത്രം ചെലവാക്കി ചൊവ്വ യാത്ര വിജയിപ്പിച്ചത് വലിയ കാര്യമാണെന്ന് വ്യാഖ്യാനിച്ചു. മംഗൾയാൻ്റെ വിജയത്തെക്കുറിച്ച് ഇംഗ്ലീഷ് പത്രങ്ങളും മുഖപ്രസംഗം എഴുതുകയുണ്ടായി. ഹിന്ദു എഡിറ്റ് പേജിൽ കേശവ് വരച്ച ഒരു കാർട്ടൂണും പ്രസിദ്ധീകരിച്ചു. മംഗൾയാൻ കൊണ്ട് ഏറ്റവും ലാഭമുണ്ടാക്കിയ പത്രവും ഹിന്ദു തന്നെയായിരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടത്തെയും ISRO ശാസ്ത്രജ്ഞന്മാരെയും അഭിവാദ്യം ചെയ്യുന്ന ഒരു പരസ്യം സ്വാമി 1ാം പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. 2ാം പേജ് പൂർണ്ണമായും അഭിനന്ദന പരസ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. മൈലാപ്പൂർ സ്വാമിയുടെ ഈ കച്ചവടമിടുക്ക് കണ്ട് കണ്ടത്തിലെ അച്ചായന്മാർ പോലും നാണിച്ചു പോയി എന്നാണ് കോട്ടയത്തു നിന്ന് അഭിജ്ഞവൃത്തങ്ങൾ അറിയിക്കുന്നത്. മംഗൾയാൻ ചൊവ്വയിലെത്തും മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നിലംപതിക്കും എന്ന കോടിയേരി സഖാവിൻ്റെ പ്രവചനം പാളി. സോഷ്യൽ മീഡിയയും മലയാള മനോരമയും അത് ആഘോഷിച്ചു. തലശ്ശേരിക്കടുത്തുള്ള ചൊവ്വയെയാണ് കോടിയേരി ഉദ്ദേശിച്ചത്. മലയാള മനോരമക്കാർക്ക് അത് പിടികിട്ടിയില്ല എന്ന് മാത്രം. ISRO ചെയർമാന് ഓണററി ഡോക്ടറേറ്റ് കൊടുത്ത് ആദരിക്കാൻ കോട്ടയം സർവകലാശാല തീരുമാനിച്ചു. ഇനി തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളും അതേ പാത പിന്തുടരും. ഒടുവിൽ ഡോക്ടർ രാധാകൃഷ്ണൻ ഏതാണ്ട് ഒരു ഡോക്ടർ കരുണാനിധിയുടെയും ഡോക്ടർ മഞ്ജുള ചെല്ലൂരിൻ്റെയും നിലവാരത്തിലെത്തും. മംഗൾയാനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ISRO മുൻ ചെയർമാൻ മാധവൻ നായരാണ്. അദ്ദേഹവുമായി മനോജ് പുതിയപിള്ള നടത്തിയ അഭിമുഖമാണ് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൻ്റെ കവർ സ്റ്റോറി. ചന്ദ്രയാനോട് താരതമ്യം ചെയ്യുമ്പോൾ മംഗൾയാൻ ഒന്നുമല്ലെന്നും ചൊവ്വ യാത്ര തന്നെ ഇങ്ങനെ അല്ല നടത്തേണ്ടിയിരുന്നതെന്നും സമർത്ഥിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ശേഷം മഹാപ്രളയം. മംഗൾയാൻ്റെ ശാസ്ത്ര സാങ്കേതിക രഹസ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മനോജ് പുതിയപിള്ള എഴുതിയ ലേഖനവും ഇതോടൊപ്പമുണ്ട്. ഏതൊരു മുസ്ലിം ലീഗുകാരനും വായിച്ചാൽ മനസ്സിലാവുന്നത്ര ലളിതവും സരളവുമാണ് പ്രതിപാദന ശൈലി. അബ്ദുറഹിമാൻ രണ്ടത്താണിക്ക് പോലും ശ്രമിച്ചു നോക്കാവുന്നേ ഉള്ളൂ. മംഗൾയാൻ്റെ കുതിപ്പിനിടയിലും മദ്യനയവും സാമ്പത്തിക പ്രതിസന്ധിയും
സംസ്ഥാനത്ത് നേറിപ്പുകഞ്ഞു നിന്നു. നിലവാരം കുറഞ്ഞ 418 ബാറുകൾ തുറക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൽപ്പിച്ചു. ബാറുകാർ കൊടുത്ത അപ്പീൽ നിഷ്കരണം തള്ളി. നിലവാരമുള്ള ബാറുകളുടെ ഹർജി സിംഗിൾ ജഡ്ജി വാദം കേട്ട് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അതും തള്ളിയാൽ പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രമേ മദ്യം ലഭ്യമാകുകയുള്ളൂ. ബാറില്ലാത്ത കേരളം എന്ന സുധീറിൻ്റെ സ്വപ്നം മുക്കാലെ മുണ്ടാണിയും അതോടെ യാഥാർത്ഥ്യമാകും. അതിനിടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ശിവദാസ മേനോൻ്റെ ഭരണകാലത്തുണ്ടായ പോലെ ട്രഷറി ബാൻ ഉടനെ ഉണ്ടാകുമെന്ന് പത്രങ്ങൾ മാലോകരെ അറിയിച്ചു. ധനകാര്യ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ ബില്ല് പാസ്സാവുകയില്ലെന്ന് ദീപിക പോലും സമ്മതിച്ചു. സംസ്ഥാനത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പ്രതിസന്ധി ഒന്നുമില്ല എന്ന് കരിങ്ങോഴക്കൽ മാണി വ്യാഖ്യാനിച്ചു. ഉമ്മൻജിയും അത് ആവർത്തിച്ചു. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മദ്യനയമല്ലെന്ന് KPCC പ്രസിഡന്റ് തറപ്പിച്ചു പറഞ്ഞു. കൂട്ടിയ വെള്ളക്കരം കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടു. നികുതി കുടിശ്ശിക പിരിച്ചെടുത്താൽ പ്രതിസന്ധി മറികടക്കാവുന്നതേ ഉള്ളൂ എന്നൊരു പൂളും തിരികെ. സുധീറിൻ്റെ കുത്ത് മുഖ്യൻ്റെ മർമ്മത്ത് കൊണ്ടു. ഉമ്മനും ചെന്നിയും കൂടി ഇന്ദിരാഭവനിൽ ചെന്ന് KPCC പ്രസിഡന്റുമായി ചർച്ച നടത്തി. തെറ്റിദ്ധരിക്കരുത്, നികുതി വർധനയെക്കുറിച്ചല്ല, TH മുസ്തഫയുടെ സസ്പെൻഷൻ തുടരുന്നതിനെക്കുറിച്ചാണ് നേതാക്കൾ കൂടിയാലോചിച്ചത്. ഏതായാലും അടുത്ത മന്ത്രിസഭാ യോഗം വെള്ളക്കരത്തിൻ്റെ കാര്യം പുനരാലോചിച്ചു. വർധനവിൽ നേരിയ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. 15,000 ലിറ്റർ വരെയുള്ള ഉപഭോക്താക്കൾക്ക് കൂടിയ നിരക്ക് ബാധകമാവുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. കൂട്ടത്തിൽ വലിയ വീടുകൾക്കും ആഡംബര കാറുകൾക്കും അധിക നികുതി ചുമത്താൻ തീരുമാനിച്ചു. കൊച്ചി മേയറും കോൺഗ്രസിലെ A ഗ്രൂപ്പുകാരനുമായ ടോണി ചമ്മണി സുമാർ 1.25 കോടി ചെലവഴിച്ച് നിർമ്മിച്ച 3 നില വീടിന് ഈ നികുതി ബാധകമാകുമോ എന്നറിയില്ല. ബിസിനസ്സിൽ നിന്നുള്ള വരുമാനവും സ്ത്രീധനക്കാശും ബാങ്ക് വായ്പയും കൊണ്ടാണ് പാവം മേയർ ഒരു ചെറിയ കൂര തട്ടിക്കൂട്ടിയത്. ഇനി ആഡംബര നികുതി കൂടി അടക്കാൻ അദ്ദേഹം വേറെ വായ്പ എടുക്കേണ്ട ഗതികേടുണ്ടാവും. മദ്യനയത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിൽ കന്നി 5 കടന്നുപോയി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ശ്രീനാരായണികർ മഹാസമാധി ദിനം ആചരിച്ചു. സെപ്റ്റംബർ 21-ാം തീയതി മലയാള മനോരമ ഗുരുദേവൻ്റെ ചിത്രം പ്രസിദ്ധീകരിക്കാഞ്ഞത് ആലപ്പുഴ ചേർത്തല ഭാഗത്തുള്ള വായനക്കാരെ മൊത്തം നിരാശരാക്കി. കേരള കൗമുദി എഡിറ്റ് പേജിൽ സ്വാമി ഋതംബരാനന്ദയുടെ ലേഖനം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഗുരുദേവനോടുള്ള ഭക്തി ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചു. ശിവഗിരിയിലെ ആസാമികൾ ഇത്തവണയും നടേശൻ മുതലാളിയെ കൂട്ടിത്തൊടിച്ചില്ല. നടേശ വിരോധികളിൽ ഒന്നാമനായ KPCC പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മഹാസമാധി യോഗത്തിൽ സ്വാമി ഋതംബരാനന്ദ SNDPയുടെ മദ്യനയത്തെ അതിശക്തമായി അപലപിച്ചു. യോഗത്തെയും മുതലാളിയെയും താഴ്ത്തിക്കെട്ടാൻ മത്സരിക്കുന്ന മാധ്യമങ്ങൾ സ്വാമിയുടെ അധിക പ്രസംഗം വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഋതംബരാനന്ദൻ്റെ വിവരക്കേട് കേട്ട് അടങ്ങിയിരിക്കുന്നയാളല്ല വീരശ്രീ നടേശൻ മുതലാളി. മദ്യമുതലാളിമാരുടെ പണം കൊണ്ടാണ് ശിവഗിരി മഠം പണിതു വരുത്തിയിട്ടുള്ളത് എന്ന പരമസത്യം അദ്ദേഹം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. സ്വാമിമാരിൽ ചിലരൊക്കെ അല്പസ്വല്പം വാട്ടീസ് അടിക്കുന്നവരാണെന്നും അദ്ദേഹം പറയാൻ മടിക്കുകയില്ല. നടേശ ഗുരുവിനെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കൃഷിമന്ത്രി KP മോഹനൻ അഴിമതിക്കാരനാണെന്നും കർഷക കോൺഗ്രസ് ആരോപിച്ചു. മോഹനൻ ആരോപണം നിഷേധിച്ചു. കൃഷിമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച രീതി ശരിയായില്ലെന്ന് KPCC പ്രസിഡന്റ് വിധി കൽപ്പിച്ചു. ഉമ്മൻചാണ്ടി മുതൽക്ക് ഇങ്ങോട്ടുള്ള സകല കോൺഗ്രസ്സുകാരും പരമപരിശുദ്ധന്മാരാണ്. മനസാ വാച കർമ്മണ ഒരഴിമതിയും നാളിതുവരെ നടത്താത്തവരുമാണ്. അതുകൊണ്ട് അവർ അഴിമതി എവിടെ കണ്ടാലും തൽക്ഷണം എതിർക്കും. മുന്നണി മര്യാദയൊന്നും ഉയർത്തുന്നു വരില്ല. ഡോക്ടർ മഞ്ജുള ചെല്ലൂർ സ്ഥലം മാറിപ്പോയതോടെ രക്ഷപ്പെട്ടു എന്നാണ് യത്തീംഖാനക്കാർ കരുതിയത്. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്തായി. ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന കുട്ടികളെ സംബന്ധിച്ച് സ്വമേധയാ അന്വേഷണം നടത്താൻ പുതിയ ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടു. തല മൊട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴത് യാഥാർത്ഥ്യമായി. സഖാവ് C ദിവാകരനെ CPI സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു. കൂട്ടത്തിൽ സഖാവിനെ നാഷണൽ എക്സിക്യൂട്ടീവിൽ നിന്നുകൂടി ഒഴിവാക്കി. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു കുലുക്കവുമില്ല. പാലും മുട്ടയും കോഴിയിറച്ചിയും കഴിച്ച് അദ്ദേഹം പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി തുടർന്നു. ഉമ്മൻചാണ്ടിയെയും മന്ത്രിമാരെയും വെല്ലുവിളിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കും. കളി CD യോട് വേണ്ട. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനിച്ചു പോലും. രാജ്യത്തെ 5 സംസ്ഥാനങ്ങൾ വീതമുള്ള 5 മേഖലകളായി തിരിച്ച് മുംബൈ, കൽക്കത്ത, ലക്നൗ, ഹൈദരാബാദ്, ചെന്നൈ എന്നീ നഗരങ്ങളിൽ ആസ്ഥാനം ഉറപ്പിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കേരളം ഒരു പ്രത്യേക മേഖലയായി തുടരും. മലപ്പുറം തലസ്ഥാനമായും തുടരും. കൊച്ചി നഗരത്തിലെ പ്രധാന മസാജ് ബ്യൂട്ടി പാർലറുകളിൽ പോലീസ് പരിശോധന നടത്തി. അനാശാസ്യം ആരോപിച്ച് ഏതാനും പേരെ അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്.
കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടുള്ള ബഹുമാനം കൊണ്ടോ എന്തോ ഐസ്ക്രീം പാർലറുകളെ പോലീസ് റെയ്ഡിൽ നിന്ന് ഒഴിവാക്കി. മഞ്ഞപ്രക്കാരി നോബി അഗസ്റ്റിനെ ഓർമ്മയുണ്ടോ? കോൺഗ്രസ് MLA മാരായ ബെന്നി ബെഹനാനും CP മുഹമ്മദും നിർബന്ധിച്ചിട്ടാണ് താൻ ജോസ് തെറ്റേലിനെതിരെ പരാതി കൊടുത്തതെന്നും തൻ്റെ അറിവും സമ്മതവും ഇല്ലാതെയാണ് കിടപ്പറ ദൃശ്യങ്ങൾ TV ചാനലുകാർക്ക് സപ്ലൈ ചെയ്തതെന്നും ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാശ് തരാതെ പറ്റിച്ചെന്നും കാണിച്ച് ആയമ്മ പോലീസിൽ മറ്റൊരു പരാതി സമർപ്പിച്ചു. വാർത്ത മംഗളത്തിലും സിറാജിലും അത്യാവശ്യം തേജസ്സിലും മാത്രമേ വന്നുള്ളൂ. മാതൃഭൂമിയും മലയാള മനോരമയും അടക്കമുള്ള കുത്തക പത്രങ്ങൾ അത് മുഖ്യത് മനസ്സിലാക്കാം. എന്നാൽ ദേശാഭിമാനി, ജനയുഗം, കേരള കൗമുദി മുതലായവയ്ക്ക് എന്തു പറ്റി എന്ന് മനസ്സിലാകുന്നില്ല. സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു. നായ്ക്കളെ നിലക്ക് നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മംഗളം നല്ലൊരു മുഖപ്രസംഗം പാസാക്കി. വെറുതെ ഒരു മുഖപ്രസംഗം എഴുതി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ദീപിക പത്രം തയ്യാറായില്ല. അവർ എഡിറ്റ് പേജിൽ ജോൺസൺ പൂവന്തുരുത്തിൻ്റെ ഒരു പരമ്പര തന്നെ പ്രസിദ്ധീകരിച്ചു. നായശല്യത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടു. തെരുവു നായ്ക്കളെ അമർച്ച ചെയ്യണം, ലൈസൻസ് ഇല്ലാതെ ആരും നായ്ക്കളെ വളർത്താൻ അനുവദിക്കരുത് എന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തു. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. പട്ടിയിറച്ചി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണം എന്നുകൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ നമ്മൾ തന്നെ തിന്നണം എന്ന് നിർബന്ധിക്കാത്തതിന് മലയാളികൾ മനുഷ്യാവകാശ കമ്മീഷനോട് കടപ്പെട്ടിരുന്നു. പയ്യന്നൂർ സർക്കാർ ആശുപത്രിയിലെ പ്രസവരംഗങ്ങൾ വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ച 3 ഭിഷഗ്വരന്മാരെ അന്വേഷണ വിധേയമായി സർക്കാർ സസ്പെൻഡ് ചെയ്തു. അധികം വൈകാതെ അവരെ തിരിച്ചെടുക്കും, ഗുഡ് സർവീസ് സെൻ്ററിൽ കൊടുക്കും. പക്ഷേ തൽക്കാലം അവർ ഒളിവിലാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ കണ്ടെത്തിയിട്ടില്ല. ഡോക്ടർമാർക്ക് മുൻകൂർ ജാമ്യം നൽകാൻ കേരള ഹൈക്കോടതി കൂട്ടാക്കിയില്ല. സംഭവം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണെന്ന് ജസ്റ്റിസ് VK മോഹനൻ അഭിപ്രായപ്പെട്ടു. വാട്സാപ്പിനെ പേടിച്ച് ഗർഭിണികൾ ഇനി വയറ്റാടികളെ തേടി പോകേണ്ടി വരും എന്നൊരു തമാശയും പൊട്ടിക്കും. ആതുര സേവകരോടുള്ള നീതിപീഠത്തിൻ്റെ ഈ സമീപനം ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ. എറണാകുളത്തിനടുത്ത് ചേരാനെല്ലൂരിൽ വീട്ടുജോലിക്കാരിയെ പോലീസ് മർദ്ദിച്ച സംഭവം ഇനിയും കെട്ടടങ്ങിയില്ല. യഥാർത്ഥ കുറ്റവാളികളെ അല്ല സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാരോപിച്ച നല്ലവരായ നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ ഉപരോധവും ശയന പ്രദക്ഷിണവും തുടരുകയാണ്. അതിനിടെ നീതിയുടെ നിത്യചൈതന്യമായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ബൂൺ കമ്പാനിയൻ പ്രൊഫസർ MK സാനുമൊത്ത് യുവതിയെ സന്ദർശിച്ചു. അവർക്ക് നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും നൽകണം എന്ന് ശുപാർശ ചെയ്തു. നിയമപാലകരും വെറുതെ ഇരിക്കുകയല്ല. അവർ യുവതിയെയും കുടുംബാംഗങ്ങളെയും ദൈനംദിനാടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് ആഭരണം മോഷ്ടിച്ചു എന്ന് സമ്മതിക്കണം, പോലീസുകാരും മർദ്ദിച്ചിട്ടില്ല എന്ന് എഴുതി കൊടുക്കുകയും ചെയ്യണം. ഈ വർഷത്തെ JC ഡാനിയൽ പുരസ്കാരത്തിന് MT വാസുദേവൻ നായർ അർഹനായി. ഈ വാർത്ത കേട്ടപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു എന്ന കാര്യം 3.5 കോടി മലയാളികളും ഓർമ്മിച്ചത്. സങ്കടമതല്ല, UDF സർക്കാരാണ് ഈ കൊലച്ചതി ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ്സുകാരനാണെന്നതിൽ അഭിമാനിക്കുന്ന T പത്മനാഭൻ ഇതെങ്ങനെ സഹിക്കും? നവാസുദ്ദീൻ സിദ്ദിഖിയും ഗീതാഞ്ജലി താപ്പയും പ്രധാന റോളുകളിൽ അഭിനയിച്ച് നമ്മുടെ ഗീതു മോഹൻ്റെ സംവിധാനം ചെയ്ത ലയേഴ്സ് ഡൈസ് ഓസ്കാർ അവാർഡിന് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇംഗ്ലീഷ് പത്രങ്ങൾ ഗീതുവിൻ്റെ നേട്ടം 1-ാം പേജിൽ തന്നെ ആഘോഷിച്ചു. കേരള കൗമുദി ഒഴിച്ചുള്ള മലയാള പത്രങ്ങൾക്കൊന്നും അത്ര തന്നെ ആവേശം കണ്ടില്ല. നദികളിൽ സുന്ദരി യമുന, സഖികളിൽ സുന്ദരി അനാർക്കലി എന്ന് പഴയൊരു സിനിമാ ഗാനമുണ്ട്. രാജ്യത്ത് ഏറ്റവും വലിയ മുതലാളി അംബാനി, മലയാളികളിൽ യൂസഫ് അലി. കഴിഞ്ഞ ആഴ്ച വരെ ഇതായിരുന്നു സ്ഥിതി. എന്നാൽ ഫോബ്സ് മാസിക പുറത്തുവിട്ട പുതുക്കിയ പട്ടിക ആ സമവാക്യം തെറ്റിച്ചു. രാജ്യത്തെ പ്രധാന മുതലാളി മുകേഷ് അംബാനി തന്നെ. മലയാളി മുതലാളിമാരിൽ ഒന്നാമൻ ജനാബ് യൂസഫ് അലി അല്ല, സഖാവ് രവിപിള്ളയാണ്. മാസികയുടെ കണക്കനുസരിച്ച് പിള്ളയുടെ ആസ്തി 17,080 കോടിയും സാഹിബിൻ്റേത് 14,030 കോടിയുമാണ്. അഖിലിൻ്റെ തലത്തിൽ സഖാവ് 30-ാം സ്ഥാനത്തും ജനാബ് 40-ാം സ്ഥാനത്തും നിൽക്കുന്നു. വെറുതെയല്ല പിണറായി വിജയൻ മകളെയും മരുമകനെയും സഖാബിൻ്റെ സ്ഥാപനത്തിൽ ജോലിക്കയച്ചത്. പ്രമുഖ സ്വർണ്ണാഭരണ വ്യാപാരികളായ മലബാർ ഗോൾഡ് 21-ാം വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ 5000 പെൺകുട്ടികളുടെ വിവാഹത്തിന് 25,000 രൂപ വീതം നൽകാൻ തീരുമാനിച്ചു. 25,000 വീതം കൊടുക്കാൻ നമ്മുടെ മുനീർ സാഹിബിൻ്റെ സാമൂഹ്യ അനീതി വകുപ്പും തീരുമാനിച്ചു. മലബാർ ഗോൾഡിൻ്റെ മഹാമനസ്കതയെയും സാമൂഹ്യ അനീതി വകുപ്പിൻ്റെ നീതിബോധത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ലീഗിൻ്റെ ചാന്ദ്രിക പത്രം നല്ലൊരു എഡിറ്റോറിയൽ പാസ്സാക്കി. എന്തൊരു ഐസ് ഫ്രൂട്ട് പോലത്തെ മനസ്സ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെടുന്ന ഹർജി ദേശീയ ഹരിത ട്രിബ്യൂണൽ തള്ളി. കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി മുന്നോട്ട് പോകാം, എപ്പോൾ എങ്ങനെ നടപ്പാക്കണം എന്ന കാര്യം കേന്ദ്ര സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് തീർപ്പ് കൽപ്പിച്ചു. കോട്ടയം പത്രങ്ങൾ 3 ഇക്കാര്യം വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. അന്തിമ തീരുമാനം വരും വരെ നവംബർ 13-ാം തീയതിയിലെ വിജ്ഞാപനം നിലനിൽക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. കുടിയേറ്റക്കാരോടും പാറമടക്കാരോടും കടുത്ത വിരോധം വെച്ച് പുലർത്തുന്ന ഹിന്ദു മുസ്ലിം പത്രങ്ങൾ ഇക്കാര്യത്തിന് ഊന്നൽ നൽകി വാർത്ത പൂലിപ്പിച്ചു.
പരിസ്ഥിതി സംരക്ഷണവും സാമുദായിക താല്പര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി വ്യക്തമായി. പാറമടക്കാരുടെയും പാതിരിമാരുടെയും കണ്ണിലുണ്ണിയായ ഇടുക്കി MP ജോയ്സ് ജോർജ് ആദ്യമായി നിരാഹാര സമരം നടത്തി വൻ വിജയം നേടി. ഉണ്ണാവ്രതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ജില്ലാടിസ്ഥാനത്തിൽ ഹർത്താൽ സംഘടിപ്പിച്ചു. പണക്കാരുടെ പടത്തലവൻ വന്ന് നാരങ്ങാ നീര് നൽകി. പിണറായി വിജയനെ പേടിച്ചിട്ടല്ല, ഇടുക്കി മെത്രാൻ്റെ മനസ്സ് വിഷമിച്ചാലോ എന്ന ആശങ്കയാലാണ് സർക്കാർ വഴങ്ങിയത്. ജോയ്സ് ജോർജ് അത് മറക്കണ്ട. ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി KGS ഗ്രൂപ്പ് സമാഹരിച്ച ഭൂമി പ്രത്യേക വ്യവസായ മേഖലയാക്കി പ്രഖ്യാപിക്കാൻ ഉമ്മൻ സർക്കാർ തീരുമാനിച്ചു. സമരം പുനരാരംഭിക്കാൻ കുമ്മനം രാജശേഖരനും തീരുമാനിച്ചു. സൂര്യനെല്ലി കുര്യനാണോ നരേന്ദ്രമോദിയാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന കാര്യവും ഈ കൂട്ടത്തിൽ തീരുമാനമാകും. അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് മാത്രം. ഏറ്റുമുട്ടൽ മരണക്കേസുകളിൽ മജിസ്ട്രേറ്റ് എൻക്വയറി നിർബന്ധമാണെന്ന് സുപ്രീം കോടതി കൽപ്പിച്ചു. ഇമാതിരി സാഹസിക കലാപ്രകടനങ്ങളിൽ പങ്കെടുക്കുന്ന നിയമപാലകർക്ക് ഉടനടി റിവാർഡോ സ്ഥാനക്കയറ്റമോ നൽകരുത് എന്നും നിഷ്കർഷിച്ചു. മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള മാധ്യമവും സിറാജും വർത്തമാനവും സുപ്രഭാതവും ആ വാർത്ത മത്തങ്ങ മുഴുപ്പിൽ അച്ചടിച്ചു. മാതൃഭൂമി, മലയാള മനോരമ, കേരള കൗമുദി, ദീപിക എന്നിങ്ങനെയുള്ള അമുസ്ലിം പത്രങ്ങൾ ഇങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞില്ല. സഖാവ് അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യം സുപ്രീം കോടതി 4 ആഴ്ചത്തേക്ക് നീട്ടി. എന്നാൽ കൂത്താട്ടുകുളത്ത് പോയി ചികിത്സിക്കാൻ അനുമതി നൽകണം എന്ന അപേക്ഷ നിരാകരിക്കുകയും ചെയ്തു. കൂത്താട്ടുകുളത്ത് നിന്ന് വൈദ്യനെ ബാംഗ്ലൂർ കൊണ്ടുപോകാൻ തടസ്സമൊന്നുമില്ല. പുരട്ചി തലൈവി ജയലളിത വരവിലധികം സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ ബാംഗ്ലൂർ കോടതി വിധി കൽപ്പിക്കാൻ ഒരുങ്ങുന്നത് കണ്ടുകൊണ്ടാണ് വാരം പൊലിയുന്നത്. ശിക്ഷിക്കുന്ന പക്ഷം അമ്മ രാജിവെക്കേണ്ടി വരും. പിന്നെ വളരെ കാലത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. പന്നീർ സെൽവം തന്നെ ആയിരിക്കുമോ തലൈവിയുടെ പിൻഗാമി എന്ന കാര്യമാണ് മാധ്യമ സിൻഡിക്കേറ്റുകാർ പ്രധാനമായും ചർച്ച ചെയ്തത്. നിയമവിരുദ്ധമായി ഒരൊറ്റ പൈസ പോലും സമ്പാദിച്ചിട്ടുള്ള ആളല്ല പുരട്ചി തലൈവിയെന്ന് തമിഴ് മക്കൾക്ക് ഉറപ്പുണ്ട്. ഗോവക്കാരൻ ജഡ്ജിക്ക് അത് ബോധ്യപ്പെടുമോ എന്നതിലേ ഉള്ളൂ സംശയം. നീണ്ടുപോയ ചർച്ചകൾക്കൊടുവിൽ മഹാരാഷ്ട്രയിലെ ശിവസേന BJP സഖ്യം തകർന്നു. 135 സീറ്റ് കിട്ടണം എന്ന BJPയുടെ ആവശ്യം അംഗീകരിക്കാൻ ശിവസേന കൂട്ടാക്കാഞ്ഞതാണ് കാരണം. മിനിറ്റുകൾക്കകം കോൺഗ്രസ് NCP സഖ്യവും തകർന്നു. സീറ്റ് വിഭജനം മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനവും അവിടെ തർക്ക വിഷയമായി. അങ്ങനെ മഹാരാഷ്ട്ര ചതുഷ്കോണ മത്സരത്തിലേക്കും പ്രസിഡന്റ് ഭരണത്തിലേക്കും തൂക്ക് നിയമസഭയിലേക്കും നീങ്ങുകയാണ്. എന്നാലും ഏത് പാർട്ടിക്കാണ് ജനപിന്തുണ കൂടുതൽ എന്ന് ഇതോടെ വ്യക്തമാകും. വ്യവസായികളെ വളഞ്ഞു പിടിക്കാനും മൂലധനം സമാഹരിക്കാനും തന്നെയാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്. അതിനായി സംഘടിപ്പിക്കുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ പരിപാടിയുടെ ലോഗോ ന്യൂഡൽഹിയിൽ അദ്ദേഹം പ്രകാശിപ്പിച്ചു. മുകേഷ് അംബാനിയും അസീം പ്രേംജിയും കുമാർ മംഗളം ബിർളയും ഒക്കെ ചടങ്ങിനെത്തിയിരുന്നു. മുസ്ലിം ലീഗുകാരായ വ്യവസായികളെ ഉദ്ദേശിച്ച് ഒരു ഫുൾ പേജ് പരസ്യം ചാന്ദ്രിക പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വ്യവസായികളാരും ചന്ദ്രിക വായിക്കാറില്ല എന്ന കാര്യം കേന്ദ്രം ഭരിക്കുന്ന പുങ്കവന്മാർക്ക് അറിയില്ല എന്ന് വ്യക്തം. ഈ രീതിയിലാണ് പുരോഗമിക്കുന്നതെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എമർജിംഗ് കേരളയായി പരിണമിക്കും തീർച്ച. മേക്ക് ഇൻ ഇന്ത്യയുടെ ലോഗോ പ്രകാശിപ്പിച്ച ശേഷം പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് വിമാനം കയറി. നവരാത്രി വ്രതമായതുകൊണ്ട് അദ്ദേഹം ഖരരൂപത്തിലുള്ള ആഹാരമൊന്നും കഴിക്കുന്നില്ല. പഞ്ചസാര ഇടാത്ത പാലും വെള്ളം മാത്രം കുടിച്ച് അമേരിക്കൻ മൂരാച്ചിമാരെ നേരിടാനാണ് പരിപാടി. മുമ്പ് തന്നെ ദീപാവലി ആഘോഷിച്ചിരുന്ന ബറാക്ക് ഒബാമ ഇനി ആയുധപൂജയിൽ പങ്കെടുക്കുന്നത് വൈറ്റ് ഹൗസിൽ കുട്ടികളെ എഴുത്തിനെടുത്തുന്നതും നമ്മൾ കണ്ടുവരും. നരേന്ദ്രമോദി ഇങ്ങനെ ഗോളുകൾ അടിച്ചടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ രാജകുമാരൻ എന്ത് ചെയ്യുന്നു? ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ സംഘടിപ്പിച്ച യുവ ആക്രോശ് റാലിയിൽ പയ്യൻസ് പങ്കെടുത്തില്ല. നമ്മുടെ ഡീൻ കുര്യാക്കോസിനെ പോലെയുള്ള യൂത്തന്മാർ റാലി നടത്തി എന്ന് മാത്രമല്ല, പോലീസിനോട് ഏറ്റുമുട്ടി അടിയും വാങ്ങിച്ചു. തട്ടും മുട്ടും ചെണ്ടയ്ക്ക്, പട്ടും പണവും മാരാർക്ക്. പാകിസ്ഥാനിലെ രാഹുൽ ഗാന്ധിയാണ് ബിലാവൽ ഭൂട്ടോ സർദാരി. ഇന്ത്യക്കാർ അന്യായമായി കൈവശം വെച്ചിരിക്കുന്ന കാശ്മീരിനെ വീണ്ടെടുക്കും, പാകിസ്ഥാനോട് ചേർക്കും എന്നാണ് പയ്യൻസിൻ്റെ വീരവാദം. ബിലാവലിൻ്റെ വാപ്പയും ഉമ്മയും ഉപ്പാപ്പയുമൊക്കെ പഠിച്ച പണി 19 പയറ്റിയിട്ടും നടക്കാത്തതാണ് കാശ്മീർ സംയോജനം. ഇനിയിപ്പോൾ ബിലാവൽ സുൽത്താൻ്റെ ഊഴമാണ് വരാൻ പോകുന്നത്. യുവ നേതാവിന് പിന്തുണ നൽകാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാകട്ടെ ദീനി വിശ്വാസികൾ നടത്തുന്ന പത്രങ്ങളാകട്ടെ തയ്യാറായില്ല. ബിലാവലിൻ്റെ പകൽ കിനാവിനെ പരിഹസിച്ചുകൊണ്ട് തേജസും വർത്തമാനവും എഡിറ്റോറിയൽ പോലും പാസാക്കി. ഈ പോക്ക് പോയാൽ കാശ്മീർ പോരാളികളുടെ കാര്യം പോക്കാണ്. ഇഞ്ചിയോണിൽ ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങൾ പൊടി പാറുകയാണ്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾ തുടങ്ങും മുമ്പ് തന്നെ ചൈന 90 സ്വർണത്തിനടുത്തെത്തി. ദക്ഷിണ കൊറിയയും ജപ്പാനും വള്ളപ്പാടുകൾക്ക് പിന്നിലാണ്. ഇന്ത്യ ആദ്യ ദിവസം തന്നെ ഒരു സ്വർണ്ണ മെഡൽ നേടി. നേപ്പാളിൽ ജനിച്ച് ഇന്ത്യയിൽ കുടിയേറിയ ജിത്തുറായി 50 മീറ്റർ പിസ്റ്റൾ ഷൂട്ടിങ്ങിൽ സ്വർണ്ണം കരസ്ഥമാക്കി. ഇനി അങ്ങോട്ട് സ്വർണ്ണ മഴയായിരിക്കും എന്നാണ് കരുതിയതെങ്കിലും ഒരു ചുക്കും സംഭവിച്ചില്ല. ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അഭിനവ് ബിന്ദ്ര ഏഷ്യാഡിൽ 2 ഓടുമായി ഓടി രക്ഷപ്പെട്ടു.
സ്ക്വാഷിൽ ദീപിക പള്ളിക്കലും ഓട് കൊണ്ട് തൃപ്തിയായി. ഷട്ടിൽ ബാഡ്മിൻ്റണിൽ സൈന നെഹ്വാൾ ഓട് പോലും കിട്ടാതെ ഓടേണ്ടതായി വന്നു. ഇഞ്ചിയോണിൽ പോയി ഇഞ്ചി കടിച്ച പോലെ മടങ്ങുന്ന സകല കൊഞ്ഞാണന്മാർക്കും ഓരോ ചക്കമടൽ കൊടുക്കണം എന്ന ശുപാർശയുമായി ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. കൂടുതൽ ഓടിൻ്റെയും ഓട്ടത്തിൻ്റെയും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.